നാടിന്റെ മുഖഛായ മാറ്റിയെടുക്കുന്നതിൽ കിഫ്ബി വഹിച്ച പങ്ക് വലുതാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. വ്യവസായ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കിഫ്ബി ഫണ്ട് സഹായകരമായതായി പി രാജീവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വ്യവസായ സാമൂഹിക മേഖലയിൽ വിവിധ പദ്ധതികൾ കിഫ്ബി വഴി. വ്യവസായ പശ്ചാത്തല സൗകര്യത്തിൻ്റെ വികസനത്തിൽ കിഫ്ബി ഫണ്ട് വലിയ സഹായമാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും അഭിമാന പദ്ധതിയാണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് പാലക്കാട് മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റി എന്നുള്ളത്. കേന്ദ്രത്തിൻ്റെ അംഗീകാരം ലഭിച്ചു. 1710 കോടി രൂപയാണ് അവിടെ സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. ഈ പണം പൂർണ്ണമായും കിഫ്ബി ഫണ്ടിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ സിറ്റി കേന്ദ്രം അനുമതി നൽകിയിട്ടില്ലെങ്കിലും അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കലിനുള്ള പണം 800 കോടിയോളം രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂർ മേഖലയ്ക്കകത്തുള്ള കിൻഫ്രയുടെ വ്യവസായ പാർക്ക് വികസിപ്പിക്കുന്ന കാര്യത്തിലും മട്ടന്നൂർ വ്യവസായ പാർക്കിൻ്റെ കാര്യം, ഇതിലെല്ലാം തന്നെ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയുണ്ടായിട്ടുണ്ട്. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ, അതിൻ്റെ ഭാഗമായി വ്യവസായ മൂലധനം കൂടുതൽ ആകർഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിലെല്ലാം കിഫ്ബി നൽകിയിട്ടുള്ള സംഭാവനകൾ നിസ്തുലമാണ്. റബ്ബർ പാർക്കിൻ്റെ കാര്യത്തിലും അതുപോലെ KPPLൻ്റെ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിക്കുന്ന ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, പാലങ്ങൾ എന്നീ മേഖലകളിൽ കിഫ്ബി സംഭാവന. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂണിവേഴ്സിറ്റിക്ക് 400 കോടിയോളം രൂപയുടെ സാമ്പത്തിക പിന്തുണ സർക്കാർ നൽകുന്നത്. കൊച്ചി സർവകലാശാലയിലെ അത്യാധുനികമായ ലാബ് സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ വനിതാ ഹോസ്റ്റൽ സൗകര്യം, ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സെൻറ്റർ ഓഫ് എക്സലൻസ്, ട്രാൻസ്ഫോർമേഷൻ ലാബുകൾ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുമ്പോൾ 400 കോടി രൂപയോളം കിഫ്ബി ഫണ്ട് വഴിയാണ് നൽകിയിട്ടുള്ളത്. 25 കൊല്ലത്തെ തുടർച്ചയായി കാത്തിരിപ്പായിരുന്നു സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ വികസനം. ആ വികസനം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അത് സീപോർട്ടുമായി ഇന്ന് എയർപോർട്ടിലേക്ക് ബന്ധപ്പെടുത്തുന്ന റോഡായി വികസിപ്പിക്കുന്നതിന് കിഫ്ബിയുടെ ഫണ്ട് അത് നല്ല രീതിയിൽ തന്നെയുള്ള അലോക്കേഷൻ ഉണ്ടായി. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ HMT NID പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ സീപോർട്ട് എയർപോർട്ട് റോഡും ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. കളമശ്ശേരി മണ്ഡലം പഴയ കളമശ്ശേരി അല്ലാതായി മാറി. ഇപ്പോൾ കളമശ്ശേരി മണ്ഡലം വലിയ തോതിലുള്ള വികസനത്തിന് ഭൂമികയായി മാറിയത് കിഫ്ബി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഏറെക്കാലത്തെ നാടിൻ്റെ പൊതുവായ ആവശ്യമായിരുന്നു മധ്യ കേരളത്തിൽ ക്യാൻസറിൻ്റെ ഒരു അത്യാധുനികമായിട്ടുള്ള ചികിത്സാ ഗവേഷണ കേന്ദ്രം വേണമെന്നുള്ളത്. പൂർണ്ണ സജ്ജമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് കൊച്ചി ക്യാൻസർ സെൻറ്റർ മാറിയത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുപോലെ തന്നെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത്യാധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പൂർത്തിയായിരിക്കുന്നു. ഉപകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് ആ പദ്ധതി മാറിയിരിക്കുന്നു.